റബ്ബറിന്റെ വിലയിടിവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മലയോരത്ത് കർഷകർ തീരാ ദുരിതത്തിൽ. വില ഉയർന്ന ശേഷം പെട്ടെന്ന് താഴ്ന്നത് കർഷകർക്ക് വലിയ രീതിയിൽ പ്രഹരമായി. മലയോര മേഖലയിലെ പേരാവൂർ, കേളകം, കൊട്ടിയൂർ, കണിച്ചാർ പഞ്ചായത്തുകളിലെ കർഷകരാണ് ദുരിതത്തിലായത്. റബ്ബറിന്റെ വിലയിടിവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മലയോരത്തെ കർഷകർ വലിയ ദുരിതത്തിലാണ്. വില ഉയർന്ന ശേഷം പെട്ടെന്ന് താഴ്ന്നത് കർഷകർക്ക് പ്രഹരമായി. RSS 4-ന് 179 രൂപയും 5-ാം ഗ്രേഡിന് 173 രൂപയുമായിരുന്നു വിപണി വില. ലോട്ട് ഷീറ്റിന് 163 രൂപയായി. ഇതിലും 5 രൂപ കുറച്ചാണ് വ്യാപാരികൾ ഷീറ്റ് എടുക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ 70 രൂപയോളം കുറഞ്ഞത് കർഷകരെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. പലരും റബ്ബർ കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ്. കൂലി നൽകി ടാപ്പിംഗ് നടത്തിയാൽ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാവുന്നതത്രേ. മലയോര മേഖലയിലെ പേരാവൂർ, കേളകം, കൊട്ടിയൂർ, കണിച്ചാർ പഞ്ചായത്തുകളിലെ നിരവധി കർഷകരാണ് റബ്ബറിന്റെ വിലയിടിഞ്ഞതിനാൽ ദുരിതത്തിലായത്. റബ്ബറിന് കിലോയ്ക്ക് 250 രൂപയെങ്കിലും കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത്. റബ്ബർ മേഖല ഒരു ചെറിയ പ്രതീക്ഷയിലായിരുന്നു. ഒരു നവംബർ ഒക്കെ ആയപ്പം വില വർദ്ധിച്ച് സീസണായി ടാപ്പിംഗ് തുടങ്ങുന്ന സമയത്ത് കൃഷിക്കാർക്കൊരു വരുമാനത്തിലേക്ക് വരുമെന്ന് ഒരു ഘട്ടം വന്ന് ആൾക്കാർക്ക് പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും റബ്ബറിൻ്റെ വില വല്ലാണ്ട് കുറഞ്ഞു. ഇപ്പം 175 അങ്ങനെ താഴോട്ട് പോയി. അതേപോലെ തന്നെ പാലുൽപാദനവും കുറഞ്ഞു. ഇപ്പോൾ ഈ ഇല പൊഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ കൂലിക്കൊന്നും വെട്ടുന്നവർക്കൊന്നും മുതലാകാത്ത സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ പോയി. അതും കൂടി ഇല്ലെങ്കിൽ കൃഷിക്കാർക്ക് അതിനും കൂടി വില കിട്ടാതെ വന്നാൽ കൃഷിക്കാരെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം ഇതെല്ലാം കൃഷി മേഖല മൊത്തത്തിൽ നശിച്ചു പോകുന്നൊരു സ്ഥിതിയിലോട്ടാണ് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം റബ്ബർ പാൽ ഉൽപാദനം നല്ല തോതിൽ കുറച്ചു. ഒരു ഹെക്ടറിന് 2500 കിലോഗ്രാം ഷീറ്റ് കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ 1500 മുതൽ 1700 വരെയാണ് ലഭിക്കുന്നത്. വലിയ വെല്ലുവിളിയാണ് നിലവിൽ റബ്ബർ കർഷകർ നേരിടുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.